ആ ഒന്നും ചെയ്തില്ല ഇനിയും ബേബി ഞാൻ പറയാം. ഹലോ ഗൈസ്, എന്നാ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു ഹൈബർനേഷൻ മോഡിലായിരുന്നു. പുറത്തൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ചില്ല് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് മില വിളിച്ചത്. നമ്മൾ കണ്ടിട്ട് കുറേ നാളായി. പിന്നെ മോളിൽ കൂടാമെന്ന് വിചാരിച്ചു. പിന്നെ അറിയാമല്ലോ, ഷോപ്പിങ്ങും പൈസ കളയുന്നതൊക്കെ നമ്മുടെ ഒരു ഫേവറേറ്റ് ഹോബീസിൽ പെട്ട കാര്യങ്ങളല്ലേ. സോ വി വെൻറ്റ് ഔട്ട്, ഹാഡ് സം ക്വാളിറ്റി ടൈം. കുറേ സ്വീറ്റ്സൊക്കെ കഴിച്ചു, കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അതായത് വിൻ്ററൊക്കെ അല്ലേ. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് ബേബി ബിരിയാണി വെക്കാൻ പോകുന്നത് കണ്ടത്. ബേബിയുടെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു 55 kg 70 kg ആക്കിയ ദി OG ബിരിയാണി. അതിൻ്റെ റെസിപ്പി ബേബി തന്നെ പറയും. ഇടാൻ വേണ്ടിയുള്ള ആദ്യമുള്ള വിസ്ത അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഒരുപാട് സവോള ഒന്നും ഇടുന്നില്ല, നമ്മള് ഇച്ചിരി ഹെൽത്തി ആയിട്ട് കഴിക്കാനാണ്. അപ്പൊ ഒരു ഇച്ചിരി. മീൻവയൽ നമ്മൾ പാത്രം ഒന്ന് ചെറുതായിട്ട് മാറ്റി. ബിക്കോസ് നമ്മുടെ ഈ പാത്രം ഇച്ചിരി ഗർഭിണിയായിരുന്നു, നമ്മളത് അറിഞ്ഞില്ല. നമ്മളുടെ പഴയ അത്ര എസ്തെറ്റിക് അല്ലാത്ത നമ്മുടെ ബിരിയാണി ചെമ്പ് ഉപയോഗിക്കാൻ പോവാ അല്ലേ ബേബി? മീൻവേൽ ഞാൻ സവോളയൊക്കെ ഒന്ന് വഴറ്റാനിട്ട്. എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കാൻ അറിയാമെന്നൊക്കെ നമുക്കറിയാം, പക്ഷേ ഇത് നമ്മുടെ രീതിയാണ്. ചിലര് ബിരിയാണി മൊത്തം ബിസ്തയാക്കിയിട്ട് വറുത്ത് ബിരിയാണിയിലിടും, ചിലര് വഴറ്റിയിടും, ചിലരിതൊന്നും വഴറ്റാതെ സവോളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ചിക്കൻ്റെ കൂടെ കുഴച്ച് ദമ്മിടുമ്പോൾ മാത്രം സെറ്റ് ചെയ്യും. ഇത് നമ്മുടെ രീതിയിലുള്ള ബിരിയാണിയാണ്. നിങ്ങൾ ആ രീതിയിൽ വേണം ഇതിനെ കാണാൻ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചത്. ഇപ്പൊ ഇട്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചതാണ്. മസാല എന്ന് പറയുന്നത് ഈ ഗരം മസാലയാണ്, വേറെ ഒന്നും ഇടുന്നില്ല. അങ്ങനെയാണ് ബേസിക്കലി ആൾക്കാരുണ്ടാക്കുന്നതെന്നാണ് എനിക്കും തോന്നുന്നത്. നമ്മുടെ കോട്ടയം ഭാഗത്തോട്ടൊന്നും അങ്ങനെയല്ല, പക്ഷേ ഈ മലബാർ സൈഡിലൊക്കെ. അപ്പോൾ അതാണ് ഞാൻ ബേസിക്കലി ഉണ്ടാക്കുന്നത് അങ്ങനെ. എനിക്കതാണ് കൂടുതലിഷ്ടം. നമ്മൾ ഇതിൽ ഈ ഗരം മസാല മാത്രം ഇടുന്നതുകൊണ്ട് കുറച്ച് പച്ചമുളക് കൂടുതലിടും എരിവിന് വേണ്ടിയിട്ട്. ബിരിയാണി മസാല ഉപ്പിച്ചിരി കൂടുതലിടും. യൂഷ്വലി ഞാൻ എല്ലാം ഇപ്പം മസാലയും ഉപ്പും എല്ലാം കൈ കൊണ്ട് ഇടും. ഇന്ന് എൻ്റെ കൈ 2 വിരലും മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് കൈക്കണക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഊഹക്കണക്കിനെല്ലാം അങ്ങ് ഇടുക. നമ്മളടുത്ത തൈരാണ് ഇടുന്നത്. ഈ തൈരിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് തൈരാണ്. തൈരുണ്ടാക്കിയ ആള് നമ്മുടെ സ്വന്തം ബേബിയാണ്. തൈരിൽ ഒരു പ്രോ ആയിരിക്കുകയാണ് തൈര് വീട്ടിലുണ്ടാക്കാൻ. നോക്കൂ എന്തെന്നല്ല കെട്ടി, ആഹാ കട്ടത്തൈര്. ഞങ്ങളിവിടെ കട്ടത്തൈര് ബിസിനസ്സും തുടങ്ങുന്നതാണ്. അടുത്ത നമ്മുടെ മെയിൻ ചിക്കൻ ഇടുകയാണ്. പിന്നെ നമുക്ക് നമ്മുടെ മസാല വേവുന്ന വരെ വെയിറ്റ് ചെയ്യും. ഇത് പറഞ്ഞാൽ നമ്മുടെ ഗർഭിണി പാത്രത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് യൂസ് ചെയ്യുന്നില്ല. അതിന് നമ്മൾ ചോറ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് മല്ലിയില ഇടുകയാണ്. ഗാർണിഷ് അല്ല, അതിന്റെ ഫ്ലേവറിന് വേണ്ടി. മസാല ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും തക്കാളിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പഴയത് ഞങ്ങൾ ഓൾറെഡി ഈ തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഇച്ചിരി നാരങ്ങ പിടിച്ചു വയ്ക്കും. എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രുചിയാണ്. പിന്നെ അരി കൊട്ടാതെയും കിട്ടാറുണ്ട്. അതെല്ലാ പ്രാവശ്യവും ഫോളോ ചെയ്യും. പിന്നെ ബേബി എൻ്റെ ഫേവറേറ്റ് കച്ചമ്പർ ഉണ്ടാക്കുക. എനിക്ക് ബിരിയാണിയുടെ കൂടെ സാലഡിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഈ ക്യുക്കമ്പർ ഇട്ടിട്ടുള്ള സാലഡ് കച്ചമ്പറാണേ. ടെക്നിക്കെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. റൈസിന് ഇച്ചിരി ഫ്ലേവർ വരുന്നെങ്കിൽ നമ്മുടെ
ചിക്കനിലെ കുറച്ച് ചാറെടുത്ത് ചോറിൻ്റെ വെള്ളത്തിലോട്ട് ഇങ്ങനെ വെച്ചു. നമ്മൾ അരി ഒരു 80% വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് എടുത്ത് ദം ചെയ്യാൻ വേണ്ടി പാത്രത്തിലോട്ട് മാറ്റാൻ പോകണം. ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും നല്ല ഫുഡ് കഴിക്കാൻ പറ്റുക എന്നുള്ളത്. നമ്മളുടെ വീട്ടിലാണെങ്കിലും മമ്മി നല്ല അടിപൊളി കുക്കാണ്, നമ്മൾക്കാണെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം. ബേബി ആണെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യും, ബേബിയുടെ ഉമ്മച്ചിയാണെങ്കിൽ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. എങ്ങനെയോ ഇറ്റ് കെയിം ഔട്ട് ദാറ്റ് എനിക്ക് എല്ലായിടത്തും നല്ല ഭക്ഷണം കഴിക്കാനുള്ള യോഗം ഉണ്ടായി. പിന്നെ നമ്മുടെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ വേറെ ഏതെങ്കിലും വീട്ടിൽ ചെന്നാലും അവർ ഏറ്റവും അടിപൊളിയായിട്ട് ഫുഡ് വെക്കുന്ന ദിവസമായിരിക്കും അവിടെ ചെല്ലുന്നത്. നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്, ദമ്മിടുകയാണ്. നമ്മളിവിടെ മൈദ വെച്ചല്ല, ഫോയിൽ പേപ്പർ വെച്ച് അതിൻ്റെ മേളിൽ അടപ്പ് വെക്കുകയാണ് നമ്മുടെ രീതി. മറ്റേയൊക്കെ ആണെങ്കിൽ പാത്രം കഴുകുമ്പോഴേക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും. യെസ്, ഞാൻ ഷെഫ്, ഇത് ഡിഷ് വാഷർ. വാവ്, അങ്ങനെ വീണ്ടും ബേബിയുടെ ഒരു സ്പെഷ്യൽ ബിരിയാണി. എന്താ അല്ലേ, ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് സോ ഹാപ്പി. പിന്നെ ഇത്രയും അടിപൊളി ഫുഡൊക്കെ വെച്ച് തരുമ്പം പാത്രം കഴുകാൻ പറ്റത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. നല്ല അടിപൊളി ബിരിയാണിയും കഴിച്ച് പിന്നെ ഞാനും മിലനും ബേബിയും കൂടെ ഒരു പടമൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ബാക്കി പാത്രം കഴുകാനുള്ളതെല്ലാം കഴുകി. അങ്ങനെ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു.